രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതില് ചരമായിരുന്നു കറക്റ്റ് പൊക്ക. പല രാഗങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? എന്തോന്നറിയ അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. നീ തമാശ പറയാനാക്കി ഓക്കെ. ഒരാൾ മുമ്പിൽ ഇരിക്കുന്ന എന്ത് പണ്ടത്തിനും ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മര്യാദ വേണ്ടേ? എന്നാ ഞാൻ ചിലത് ചോദിക്കട്ടെ. എനിക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അത്രക്കായല്ലേ? എന്റെ റൂമിൽ വന്നാണ് നീ ചോദിക്കുന്നെങ്കിൽ നമ്മൾ തമാശക്ക് എടുക്കും. എനിക്ക് തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ഞാൻ ചോദിച്ചാല് പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു മണ്ണ ചോദ്യം എനിക്കത് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. എന്താ നിന്റെ ഉദ്ദേശം? അതിന്റെ അപ്പുറത്തോട്ട് പിന്നെ നമ്മള് കയറ്റി പെടുത്തതല്ല. അതെന്റെ ഒരു സ്വഭാവം അതാണ്. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, നീ ഒരു നല്ല ആങ്കറാണ്. ഒരുമാതിരി മഹാബോറാത്. ഇനിയും നീ വാശി പിടിക്കുകയാണെങ്കിൽ പടച്ചോനാണ് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കയറി അനൗൺസ് ചെയ്യും. മഹാബോറ. ബോറെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബോറ. അത് എനിക്ക് അധികം കൊള്ളൊന്നും പറയാനില്ല. നിർത്തി അവമാനിക്കുവാണെന്ന് പോട്ടെ. അല്ലെ ഇനി ഞാനെന്ത് പറയാനാ? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഓ പറ്റിയാലേ നീ അടിക്കണ്ട, അവിടെ വെച്ചോ, ഞാൻ അടിച്ചോളാം. അയ്യോ മക്കളെ കരയല്ലേടാ. എടാ ഇന്ന് ഏപ്രിൽ 1 ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ച വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.